ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആക്ച്വലി ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നത്. ഇന്ന് ഞാനൊരു പ്രത്യേകതരൊന്നുമല്ല, ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് എന്നൊക്കെ പറയാം, അത് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിന് അത്യാവശ്യമായി വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ എന്താണെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ എൻ്റെ വേറൊരാളെയും കൂടി കൂടെ കാണിച്ചു തരാവേ. കുറേ നേരമായിട്ട് എൻ്റെ കൂടെ തന്നെ ഞാൻ എൻ്റെ കൂടെ ഉണ്ട്, ഞാൻ നടന്നുണ്ട്. എനിക്ക് എവിടെയും പോകാൻ പറ്റാതെ എന്നെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരു ആളുണ്ട്. ആളെ ഞാൻ കാണിച്ചു. ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ ആളെ. കുറേ നേരമായിട്ട് എനിക്ക് എങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല, എന്നെ ചുറ്റിപ്പറ്റി നടക്കുവാണ്. എന്നാന്നറിയില്ല, കുറേ നേരമായി തുടങ്ങിയിട്ട്. ഇത് നമ്മുടെ വീട്ടിലൊന്നും അല്ലേ, ഇത് വേറെ ഏതോ വീട്ടിൽ ആരോ വളർത്തുന്നൊരു പൂച്ചയാണ്. അവൻ എപ്പോഴും ഇവിടെ തന്നെ. അവനല്ല കേട്ടോ, അവളാണ്. ഇവൾക്കിപ്പോൾ എനിക്ക് തോന്നുന്നു 5-6 മക്കളുണ്ട്. അതുങ്ങളൊക്കെ എവിടെയുള്ളൂ കൊണ്ടാക്കിയിട്ടുണ്ടോ, ഒരെണ്ണത്തെ പോലും ഇവിടെ തന്നിട്ടില്ല. പക്ഷേ ഇവിടെ തന്നെയാണ്. ഇവളുടെ ഉറക്കവും കിടപ്പും ഫുഡടി എല്ലാം ഇവിടെ തന്നെയാണ്. ഇവളുടെ വീട്ടിൽ പോകാറുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടാണ്. അവൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നത്. കുറേ നേരമായിട്ട് എനിക്ക് അനങ്ങാൻ പറ്റണം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ആ ഫേസ് പാക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ, എങ്ങനെയാണുള്ളത്. പിന്നെ എന്തുണ്ട് വിശേഷമൊക്കെ. നമ്മുടെ ആൾ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഇതാട്ടോ നമ്മുടെ ചെറുക്കനല്ല കേട്ടോ ഗൈസ്. മണിക്കൂറായിട്ട് ഇവള് നമ്മുടെ കൂടെ തന്നെയുണ്ട്, എവിടെയും പോകുന്നില്ല, ഒരു രക്ഷയില്ല. എനിക്ക് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത അവസ്ഥയിരിക്കുവാണ്. പിന്നെ ഇവിടെ വിഷമിപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാനും ഇവിടെ തന്നെ നിൽക്കുവാണ്. നമ്മുടെ വീട്ടിൽ പൂച്ചേനെ ഒന്നും വളർത്താറുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഇനി പൂച്ച വരാറൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമുക്ക് എവിടെ നിൽക്കുകയോ ആദ്യമൊക്കെയോ വളർത്തുന്ന പൂച്ചകളൊക്കെ നമ്മുടെ വീട്ടിൽ വന്ന് കയറുന്നുണ്ട്. അപ്പോൾ പൂച്ച വന്ന് കയറുന്നത് നല്ലതാണെന്നൊക്കെ ഒരു വിഭാഗം ആളുകൾ പറയുന്നുണ്ട്. അതെന്തെങ്കിലും ആവട്ടെ, ഇപ്പോൾ നമ്മൾ പൂച്ച വരുന്നുണ്ട്. അപ്പോൾ ഇവർ നമ്മളുമായിട്ട് ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര ക്ലോസാണ്. അതുകൊണ്ട് ഇവൾ ഓടിച്ചു വിടാൻ തോന്നാറില്ല. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഫേസ് പാക്ക് എന്ന് പറഞ്ഞാൽ ഈ ശംഖുപുഷ്പം കൊണ്ടാണ്. ശംഖുപുഷ്പം കറ്റാർവാഴയും കൊണ്ടിട്ടുള്ളൊരു ഫേസ് പാക്കാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അത് ഞാൻ നിങ്ങളെ കാണിച്ചത് എങ്ങനെയാണ് അത് ഉണ്ടാക്കേണ്ടതെന്നുള്ളത്. ഞാനിപ്പോൾ കടയിൽ നിന്നൊന്നും ഞാൻ അങ്ങനെ അധികം ഫേസിൽ തേക്കാൻ അങ്ങനെയൊന്നും മേടിക്കാറില്ല. അപ്പോൾ ഞാൻ തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും, അതൊക്കെ തന്നെ ഫേസിൽ അപ്ലൈ ചെയ്യും. എനിക്കിതുവരെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. ഫേസിൽ അങ്ങനെ കുരുക്കളോ കാര്യങ്ങളോ അങ്ങനത്തെ പരിപാടിയൊന്നും എനിക്ക് വന്നിട്ടില്ല. കാരണം ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ എനിക്ക് നല്ലതായത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ പിമ്പിൾസ് ഒന്നും വരാത്തത്. ഇവിടെ അമ്മ എന്തൊക്കെയോ നട്ടു വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇതിലേ പോകാൻ പേടിയാണ് ഗൈസ്. കാണിച്ചു തരാം ഗൈസ്. ഇവിടെ അമ്മ വെണ്ടയും അതുപോലെ തന്നെ എന്തൊക്കെയോ നട്ടും കുഴിച്ചും ഒക്കെ ഇട്ടിട്ടുണ്ട്. കാണിച്ചു തരാം. ഉണ്ട്, മഞ്ഞളുണ്ട് കേട്ടോ. ഈ മഞ്ഞളിനൊരു സ്റ്റോറി ഉണ്ട്. ഇത് എൻ്റെ ഒരു ഫ്രണ്ട് നേരത്തെ എനിക്ക് ഒരെണ്ണം ഞാൻ ചോദിച്ചിട്ട് അവളെനിക്ക് കൊണ്ട് തന്നതാണ്. അപ്പോൾ അത് ഞാൻ ചെടിച്ചട്ടിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരെണ്ണം ഉണ്ടായതാണ്. അതിൽ കുറേ കിട്ടി കേട്ടോ, കുറേ മഞ്ഞൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് മാറ്റി വെച്ചിട്ട് അമ്മ പിന്നെ കിളിപ്പിച്ചതാണ് ഇതൊക്കെ. മഞ്ഞൾ വീട്ടിൽ നടുന്നത് നല്ലതാണ് കേട്ടോ. ഇത് പച്ചമഞ്ഞളാട്ടോ. പച്ചമഞ്ഞൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ വളരെ നല്ലതാണ്. കണ്ടോ ആൾ എൻ്റെ അടുത്തേക്ക് വന്നു കേട്ടോ. ഞാൻ ഇനി എവിടെയും നിൽക്കാൻ സമ്മതിക്കില്ല. ഇത് കണ്ടോ. അപ്പം ഇങ്ങനെ വന്ന് നടപ്പാണ് ഇവളുടെ മെയിൻ പരിപാടി. ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ ശംഖുപുഷ്പം. ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. ഗുണങ്ങൾ എന്ന് വെച്ചാൽ ഒത്തിരി ഉണ്ട്. ഇതിൻ്റെ വെള്ളം ഇട്ട് തിളപ്പിച്ച് കുടിക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് 1-2 ഒക്കെ പറിക്കുന്നുള്ളൂ. ഇതിൻ്റെ വെള്ളം നമുക്ക് മതി ഒരു കളറിന് വേണ്ടിയല്ല കേട്ടോ. ഇതിന് എന്തൊക്കെയോ ഗുണങ്ങളുണ്ട്, എനിക്കൊന്നും അറിയത്തില്ല. ആക്ച്വലി ഇത് നല്ലതാണ്. ഇത് ഞാൻ നേരത്തെ മുഖത്ത് അരച്ചിടുമായിരുന്നു. പടപട ഇത് ഉണക്കിയിട്ട് എടുത്ത് വയ്ക്കാൻ പറ്റും കേട്ടോ. ഫുള്ള് ഇത് കണ്ടോ, വാടിപ്പോയിക്കുക. വാടിയത് നല്ലതാണെന്ന് തോന്നുന്നു. ഓരോരുത്തർ ഉണക്കി വെച്ചൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതാണിപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ശംഖുപുഷ്പം എന്ന് പറയും. ഈ ശംഖുപുഷ്പം കേട്ടോ നല്ലതേ. ഇതിന് പല ടൈപ്പ് ശംഖുപുഷ്പമുണ്ട്. കാട്ട് ശംഖുപുഷ്പമുണ്ട്. പണ്ട് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ കാട്ട് ശംഖുപുഷ്പം അതാണ് ഒറിജിനൽ ശംഖുപുഷ്പം എന്ന് പറഞ്ഞ് ഞാനും ചേച്ചിയൊക്കെ കൂടി പറിച്ചിട്ട് വരുമായിരുന്നു. അപ്പോൾ അമ്മ പറയുമായിരുന്നു അതല്ല ഇതാന്ന് പറയുമായിരുന്നു. ഇത് ഞങ്ങളുടെ വീട്ടിൽ ഇഷ്ടം പോലെ കാട് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെന്താ വെട്ടിൽ ഇത് നിങ്ങൾക്കറിയാമല്ലോ, പനിനീർക്കൂർക്കയാണ്. ഈ നല്ല സ്മെല്ലാണ്.
വിട്ടിലേ അയ്യോ പറന്നുപോയി. എൻ്റെ ശംഖുപുഷ്പം താഴെ പോയി. എന്നിട്ട് ഇതാണ് പനിനീർ കൂർക്ക. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ ടീ ഉണ്ടാക്കിയപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ? വെട്ടിൽ കാണാത്തവരൊക്കെ വെട്ടിൽ കണ്ടോ കേട്ടോ. ഞാൻ സൂം ചെയ്ത് കാണിച്ചതാവേ, കുറച്ചുകൂടി സൂം ചെയ്ത്. ഇതിൻ്റെ പച്ച വെട്ടിലുണ്ട്. അതാണെങ്കിൽ നേരത്തെ നമ്മൾ ചൂണ്ടയിടാൻ ഉപയോഗിക്കുമായിരുന്നു. ഇവിടെ നിൽക്കുന്ന ഡേഞ്ചറായി എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ എൻ്റെ തലയിലിരിക്കും. കാരണം അമ്മ എന്തൊക്കെയോ ചെയ്യുന്ന സംഭവം നട്ട് വെച്ചിട്ടുണ്ട്. കണ്ടോ കുഞ്ഞൻ ചീര, ഇത് കണ്ടോ വെട്ടിൽ. ഈ വെട്ടിലിൻ്റെ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞ്. ഈ പച്ചക്കാള എന്ന് പറയും കേട്ടോ, പച്ചക്കാള. ഇത് വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ ചൂണ്ടയിടുമായിരുന്നു, മീനൊക്കെ കിട്ടുമായിരുന്നു കേട്ടോ. നമുക്ക് വരാലൊക്കെ കിട്ടിയിട്ടുണ്ട്. ദേ എടാ നീ എന്താടാ കാണിക്കുന്നത്? അപ്പോൾ സംഭവം നമ്മൾ പറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേറൊരു സംഭവം കൂടി വേണം കേട്ടോ. അത് നമുക്ക് വേറൊന്നുമല്ല, വീട്ടിൽ തന്നെയുള്ള കറ്റാർവാഴയാണ്. ഇത് കണ്ടോ, ഇത് ഇഞ്ചിയാണ്. ഇതെല്ലാം അമ്മയുടെ സംഭവങ്ങളാണ്. അമ്മ ഉണ്ടാക്കുന്ന ഇഞ്ചി നട്ടു വെച്ചതാണ് ഇഞ്ചി. ഇത് മുളക്. അങ്ങനെ കുറേ സാധനമുണ്ട്. എല്ലാം ഉണ്ടായി വരുന്നതേ ഉള്ളൂ. ഇവിടെ എന്തൊക്കെയോ ഉണ്ട്, എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് കണ്ടോ. ഈ കറ്റാർവാഴ ഞാൻ ഇനി പറിക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ ശംഖുപുഷ്പം 1, 2, 3, 4, 5 ശംഖുപുഷ്പം ഞാൻ പറിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ കറ്റാർവാഴ വേണം. ജെല്ലൊന്നും ഉപയോഗിക്കരുത് കേട്ടോ. മിക്കവരും കറ്റാർവാഴയുടെ ജെല്ല് കടയിൽ നിന്ന് മേടിച്ചിട്ട് വെച്ച ജെല്ലുണ്ട്. അത് നേരം നല്ല നമ്മൾ വീട്ടിൽ വെച്ച കറ്റാർവാഴയാണ്. അതിനാണ് കുറച്ചുകൂടി ബെറ്റർ നമുക്ക് യൂസായിട്ട് കിട്ടുന്നത്. ഫേസിൽ അപ്ലൈ ചെയ്യാൻ നമുക്ക് നാച്ചുറലാണല്ലോ. അപ്പോൾ നമുക്കത് പറിക്കാം. കാണിച്ചു തരാം. എൻ്റെ വീട്ടിൽ കറ്റാർവാഴ ഇതാണ്. നമ്മൾ ചെടിച്ചട്ടിയിൽ കറ്റാർവാഴ വെച്ചിട്ടുണ്ട്. നല്ല മുള്ളൊക്കെ ഉണ്ട് കേട്ടോ. അത് അവിടെ അമ്മ വെച്ചിട്ടുണ്ട്. വേറെ കുറേ ചട്ടികളിലൊക്കെ ആയിട്ട് അമ്മ വയ്ക്കുന്നത്. ഇതിൽ നിന്ന് ഒരു ഇല നമുക്ക് ഒരു കറ്റാർവാഴയുടെ ഒരു തണ്ട് പറിച്ചെടുക്കാം. പറിക്കുമ്പോൾ എപ്പോഴും സൂക്ഷിക്കേണ്ടത് ഈ പൊസിഷൻ ഉണ്ടല്ലോ, ഇവിടെ വെച്ചിട്ട് നമ്മൾ മുറിച്ച് കൊടുക്കണം. അതായത് ഇപ്പം നമ്മൾ ഞാൻ ഇതാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഇതെടുത്തേക്കാം. അപ്പോൾ അത് ഇവിടെ വെച്ചിട്ടത് ഒരു ഞാക്കുണ്ടായി നമ്മൾ മുറിച്ചെടുക്കണം. അല്ലെങ്കിൽ കറ്റാർവാഴ മുറിക്കാനൊക്കെ ഒരു ഇതുണ്ട്. അപ്പോൾ അങ്ങനെ വേണം. അതിന് വേദന എടുക്കാതെ വേണം നമ്മൾ മുറിച്ചെടുക്കാൻ വേണ്ടി. അപ്പോൾ അതും കൂടി നമുക്ക് പറിച്ചെടുക്കാം. ഗൈസ്, അപ്പോൾ ഞാൻ കത്തി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ മുറിക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കണ കത്തി. അപ്പോൾ ഒരു കത്തി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്നും കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാവേ. ആണെങ്കിൽ ഭയങ്കര പാടാം. നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ സംഭവം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതെടുക്കാമെന്ന് വിചാരിച്ചിരുന്നത്, പക്ഷേ ഇതിന് അത്രയും ജെല്ല് കിട്ടത്തില്ല. വളരെ ചെറുതാണ്. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ച് മുഴുപ്പുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് ജെല്ല് കൂടുതൽ കിട്ടും. കണ്ടോ, അതുപോലെ ഞാൻ ഒരുമാതിരി ഇതിലുള്ളതാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ നമ്മുടെ കറ്റാർവാഴ പറിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ശംഖുപുഷ്പം ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഞാൻ എടുക്കുവാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ പരിപാടിയിലോട്ട് പോകാം. ഇരുട്ടായി ഗൈസ്. അപ്പോൾ ഫുൾ ഇപ്പോൾ ഇരുട്ടായിക്കൊണ്ടിരിക്കുവാണ്. ഇപ്പം തന്നെ 6:30 കഴിഞ്ഞു. ഇപ്പം ഞാൻ ജോലി കഴിഞ്ഞ് വരുന്ന ഒരു ടൈമൊക്കെയാണ്. അപ്പോൾ എനിക്ക് സൺഡേ മാത്രമേ എനിക്ക് എന്തെങ്കിലും ഒരു വ്ലോഗ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഞാൻ എന്തെങ്കിലും ചെറിയ വ്ലോഗൊക്കെ ചെയ്യും. അപ്പോൾ ഇന്ന് ഞാൻ ഫേസിൽ കുറേ ദിവസമായിട്ട് ഫേസിലിടാൻ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് കുറേ ദിവസമായി. അപ്പോൾ ഇന്ന് എന്തായാലും ടൈം പോയാലും കുഴപ്പമില്ല, ഒരു സംഭവം ഫേസിലിടാൻ എന്തെങ്കിലും മോസ്റ്റായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇതും നമ്മുടെ ശംഖുപുഷ്പവും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാവേ. ആരും പോരുത് കേട്ടോ, എല്ലാവരും ഇത് കാണണം കേട്ടോ. അപ്പോൾ ഇത് അവസാനം വരെ കണ്ടിരുന്നാലേ നമ്മൾ ഉണ്ടാക്കുന്നതൊക്കെ രീതികളൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ തന്നെ നോക്കി എൻ്റെ ഫേസിൽ എവിടെയെങ്കിലും എന്തെങ്കിലും പാടോ കുരുക്കളോ ഉണ്ടോ. ഞാൻ ക്രീമൊന്നും അങ്ങനെ യൂസ് ചെയ്യില്ല. ഞാൻ മോയ്സ്ചറൈസിങ് ഇടും, സൺസ്ക്രീം ഇടും. പിന്നെ ഇതുപോലെ സംഭവം എൻ്റെ ഫ്രിഡ്ജ് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ഇടും. അമ്മ എന്നെ ഏത് നേരം വഴക്കാണ്. എടി അതൊക്കെ എടുത്തുകൊണ്ട് കഴുകിക്കളാം. ഞാൻ എൻ്റെ ഫ്രിഡ്ജിൻ്റെ അവസ്ഥയും കൂടി കാണിച്ചു തരാം കേട്ടോ. കാരണം ഞാൻ ഉണ്ടാക്കി വെച്ച എൻ്റെ ഫ്രീസർ മൊത്തം ഞാൻ എന്തെങ്കിലുമൊക്കെ കാണിച്ചു വെച്ച സംഭവങ്ങളായിരിക്കും. അപ്പോൾ സമയം കളയുന്നത് നമുക്ക് നമ്മുടെ സംഭവത്തിലേക്ക് പോകാം, ഉണ്ടാക്കാം.
ഇതെന്ന് പറഞ്ഞാൽ കട്ടൻ ചായ വെള്ളമാണ്. നമ്മുടെ റോസയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതാണ്. ഇതൊഴിക്കുക ചെയ്യാറ്. അപ്പോൾ റോസയും കറ്റാർവാഴയ്ക്കും നമ്മൾ ഇതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് റോസയും കറ്റാർവാഴയൊക്കെ നന്നായിട്ട് ഉണ്ടാവുക. ഇത് നമുക്ക് ആദ്യം ഒന്ന് കൊണ്ടുപോയി ഒഴിക്കാം. ഇതാണ്. ഇത് ഞാനിപ്പോൾ റോസയ്ക്കും കറ്റാർവാഴയ്ക്ക് ഇച്ചിരി ഒഴിച്ചേക്കാം. കാരണം കറ്റാർവാഴ ഞാനിപ്പോൾ പറിച്ചു തന്നെയുള്ളൂ. ഒന്ന് കാക്കാതെ കയ്യോ ഇവിടെ വീണു. റോസ നട്ട് കുറച്ചും കൂടി ഉണ്ട്. പാവം പിടിച്ചൊരു കറ്റാർവാഴ ഉണ്ട് കേട്ടോ. ഇതായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതെ ഈ പാത്രം എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം കുറച്ച് വെള്ളം എടുക്കാം. നമുക്ക് ഇതുപോലെ കുറച്ച് വെള്ളം എടുക്കാം. ഞാൻ വെള്ളം എടുത്തത് കുറച്ച് കൂടി പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കളയുക. ഇത്രയും വെള്ളമൊന്നും എനിക്ക് ഇതിന് ആവശ്യമില്ല, ഒട്ടും ആവശ്യമില്ല. അപ്പോൾ ഞാൻ കുറച്ച് കളയുക. കുറച്ച് വെള്ളം മതി കേട്ടോ. പിന്നെ ഇതുണ്ടല്ലോ ഗൈസ്, ഇത് ഈ ശംഖുപുഷ്പം, ഈ സംഭവം ഇട്ട് വെള്ളം കുടിക്കുന്നത് വളരെ നല്ലത്. എൻ്റെ അമ്മയൊക്കെ കുടിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ ഇടയ്ക്ക് എനിക്കും കൊണ്ട് തരും ഇത് കുടിക്കാൻ വേണ്ടി. ചൊവയൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് കുടിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഇരുട്ടായി, ലൈറ്റ് പോയി, അതാണ് ഇങ്ങനെ ഒരു ബ്ലർ പോലെയൊക്കെ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ പരിപാടി വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം ചൂടായി വരുന്നുള്ളൂ. ഞാൻ ചൂടായാലും ഇല്ലെങ്കിലും ഞാൻ ഇത് ഓരോന്ന് ഇട്ട് കൊടുക്കുക. അവിടെ എന്തായാലും ചൂടാവുമല്ലോ. അപ്പോൾ എപ്പോൾ ഇട്ടാലും കൊടുത്താലും കുഴപ്പമില്ലല്ലോ. അയ്യോ, ഞാൻ വേറൊരു കാര്യം ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ ഇത് ഇവിടെ കിടന്ന് ചൂടാവുന്ന ടൈമിൽ ഫ്ലെയിം കുറച്ച് വെക്കുകയാണെ. നമുക്ക് കറ്റാർവാഴയൊന്ന് മുറിച്ചിട്ട് അതിൻ്റെ കറ കളയാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഇത് ഇവിടെ കിടന്ന് കളറൊക്കെ ഒന്ന് പിടിച്ച് റെഡി ആവട്ടെ. കറ്റാർവാഴയുടെ കറ പോകാൻ വേണ്ടി ഇങ്ങനെ കുത്തി വെക്കണം കേട്ടോ. കുത്തി നിർത്തണം. ഒരു പേപ്പറിലൊക്കെ വെച്ചാലും മതി. ഞാനിപ്പോൾ പേപ്പറൊന്നും എടുക്കാൻ വേണ്ടി പോകുന്നില്ല, ജസ്റ്റ് എനിക്കിപ്പോൾ തന്നെ ആവണം. ഇതിങ്ങനെ കുത്തി വെച്ച് അതിൻ്റെ കറ മൊത്തം പോകണം. കറ ഞാൻ കാണിച്ചതാവേ. ഇത് കണ്ടോ, ഈ മഞ്ഞക്കറ കാണാൻ പറ്റുന്നുണ്ട്. ഈ മഞ്ഞക്കറയാണ് അതിന് വരുന്ന ഒരു ലിക്വിഡ് പോലെ സംഭവം. ഇത് നമ്മുടെ ഫേസിൽ പറ്റിയാൽ നമുക്ക് നന്നായിട്ട് ചൊറിയും. ഇത് ചൊറിയും കേട്ടോ. കണ്ടോ, മഞ്ഞ കളറ്. ഇത് കറ്റാർവാഴയുടെയാണ്. അപ്പോൾ ഇത് കളഞ്ഞിട്ട് വേണം എന്ത് കാര്യത്തിന് വേണമെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഫുൾ ചൊറിഞ്ഞ് കുളവായിപ്പോവും. അപ്പോൾ നമ്മളിത് ഇതുപോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വെള്ളം ചൂടായിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ നമുക്കത് ആദ്യം റെഡി. വെള്ളം ചൂടാവുന്നുണ്ട്. കളറൊന്നും പിടിച്ച് തുടങ്ങിയിട്ടില്ല കേട്ടോ. വെള്ളം ചൂടാവട്ടെ. അത് നമുക്ക് നമ്മുടെ പരിപാടിയിലോട്ട് പോകാം. അതെങ്ങനെയാണ് പാക്ക് റെഡിയാക്കി എടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഫുൾ വീഡിയോ കാണണേ, ലാസ്റ്റ് വരെ കണ്ടാലേ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ. ഗൈസ്, ഇത് കണ്ടോ, വെള്ളം നല്ല ഒരു കളറായിട്ടുണ്ട്. ആ ശംഖുപുഷ്പത്തിൻ്റെ കളർ തന്നെ ആയിട്ടുണ്ട്. ആ വെള്ളമാണ് നമുക്ക് വേണ്ടത്. ഒരുപാട് ഗുണങ്ങളുള്ള വെള്ളം കേട്ടോ. ഇത് നന്നായിട്ട് കുടിക്കുന്നത് നല്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളറ് പിടിച്ച് വരുന്നുണ്ട്. അഞ്ചെണ്ണമാണ് നമ്മൾ എടുത്തത് ശംഖുപുഷ്പം. 5 എണ്ണം കാണുന്നില്ലല്ലോ. 5 എണ്ണം ഉണ്ടായിരുന്നു. അത് എത്ര എടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ കളർ കണ്ടോ. അപ്പോൾ ഞാൻ ശംഖുപുഷ്പത്തിൻ്റെ വെള്ളം ഇവിടെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തണുക്കാൻ വേണ്ടി നമുക്കൊരു 10 മിനിറ്റ് മതി. 10 മിനിറ്റോ കണക്കട്ടെ. എത്ര മിനിറ്റ് ആവുമെന്നൊന്നും എനിക്കറിയത്തില്ല. ഒരു കണക്ക് കൂട്ടൽ 10 എന്ന് പറഞ്ഞു. അപ്പോൾ ജസ്റ്റ് അതൊന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ വെള്ളം എടുക്കാം. നല്ല പാത്രത്തിൽ തന്നെ നല്ല ചൂടാണ്. ഇങ്ങനെ വയ്ക്കുമ്പോൾ ചൂടുണ്ട്. അവിടെ ഇരിക്കട്ടെ, ഉണ്ടി കൊടുക്കാം. കണ്ടോ, ഞാൻ സ്പൂൺ ഇട്ട് വെച്ചിട്ടുണ്ടാകും. വെള്ളം ഈ കളർ തന്നെയാവണം കേട്ടോ വെള്ളത്തിന്. വെള്ളം അവിടെ ഇരിക്കട്ടെ. നമ്മുടെ കറ്റാർവാഴയുടെ ജെല്ലൊക്കെ പോയി തുടങ്ങി. അപ്പോൾ ഇത് നമുക്കൊന്ന് ജെല്ല് മാത്രമാക്കി എടുക്കാവേ. കറ്റാർവാഴ ഞാൻ ജ്യൂസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ജെല്ല് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇത് നമ്മൾ ചിരണ്ടിയാട്ടോ എടുക്കുന്നത്. ഇങ്ങനെ കത്തി വെച്ച് ചിരണ്ടി എടുക്കുന്നത്. അപ്പോൾ അതോടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മളത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനൊരു മാമ്പഴം കൂടി എടുക്കുന്നുണ്ട്. മൊത്തം കേടായിപ്പോയി. കുഴപ്പമില്ല, നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാനായതുകൊണ്ട്. കേടായെന്ന് വെച്ചാൽ അത് പഴുത്തിങ്ങനെ ആയി പോയതാണ്. കുഴപ്പമില്ല, അതും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഫുൾ ഇരുട്ടായതുകൊണ്ടാണ് ഒരു ലൈറ്റിൻ്റെ ഒരു കുറവുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ. തൈരിലേക്ക് ഞാൻ ഈ കറ്റാർവാഴയുടെ ജെല്ല് ഒഴിക്കാൻ പോവാണ്.
അയ്യോ, ഇങ്ങനെ സ്പൂൺ വെച്ച് ഒഴിക്കാൻ എന്താ പാടാതുകൊണ്ട് ഇങ്ങനെ ഞാൻ ഒഴിക്കാൻ പോവാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണേ. 2 മിനിറ്റ് എടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ കുറച്ച് മാമ്പഴം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു ഓപ്ഷണലാണ്. ഉണ്ടെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ ഇടണ്ട. അപ്പോൾ ഞാൻ കുറച്ച് മാമ്പഴം കൂടി യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഫേസിൽ വളരെ നല്ല സംഭവങ്ങളാണ്. ഞാൻ ഉണ്ടാക്കുന്ന സാധനങ്ങൾ സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ എന്തൊക്കെ ഫേസിന് കൊള്ളാമെന്ന് എനിക്കറിയാം. അപ്പോൾ നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാൻ മിക്സഡ് സാധനങ്ങളാണ് ഉണ്ടാക്കി ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്. ഇതൊന്നും ഫേസിന് ഒരു ബാഡായിട്ട് നമുക്കൊന്നും വരാനൊന്നും പോകുന്നില്ല. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് മാമ്പഴം കൂടി ആഡ് ചെയ്യും. ഒരു കാര്യം ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോയി, ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് അടിക്കുന്നുണ്ട്. നമ്മുടെ കറ്റാർവാഴയും അതുപോലെ തന്നെ തൈരും കൂടി മിക്സ് ചെയ്തിട്ട് അടിക്കുന്നുണ്ട്. ഞാൻ ഈ പഴമല്ല മാമ്പഴം കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. മാമ്പഴമാണ് ഞാനൊരു കുറച്ച് എടുത്തോളൂ. അപ്പം അത് ഒന്ന് ഇട്ട് കൊടുക്കാം. ഒന്ന് അടിച്ചെടുക്കാമേ. നമ്മുടെ വെള്ളം ഇവിടെ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ, അത് ഇച്ചിരി മതി. ഞാൻ ക്യാരറ്റും ബീട്രൂട്ടും കൂടി അടിച്ചു വെച്ചതാണ്. അപ്പോൾ അതും കൂടി ഞാൻ ഇതിലായിട്ട് അടിച്ചെടുക്കാൻ വേണ്ടി ഇടുന്നുണ്ട്. കണ്ടോ, ഇതിങ്ങനൊരു വെള്ളം പോലെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇതിനകത്തേക്ക് ഒഴിക്കാമേ. ഹായ് ഫ്രണ്ട്സ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ മിക്സ് ചെയ്തിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ മാങ്ങയില്ലേ, അത് കുറച്ച് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം മാങ്ങ, തൈര്, മിക്സിയിലല്ല കേട്ടോ, ഫ്രിഡ്ജിൽ ഞാൻ ക്യൂബാക്കി വെച്ചിരുന്ന ബീട്രൂട്ടും ക്യാരറ്റും കൂടി ഉണ്ടായിരുന്നു. അതും ഇതിനകത്തേക്ക് ഇട്ടു. അതുപോലെ പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പറഞ്ഞില്ല, നമ്മുടെ കറ്റാർവാഴ ജെല്ല്, അതും കൂടിയിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളും കൂടി ചേർക്കാനുണ്ടായിരുന്നു, അതായത് ഫിനിഷ് ആവത്തുള്ളൂ. നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ വെള്ളമൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് ആഡ് ചെയ്യണം. നമുക്കിനി അടുത്ത സംഭവങ്ങൾ ചേർക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള നമ്മുടെ അരിപ്പൊടിയാട്ടോ. ഇവിടെ അമ്മ അരി കഴുകി ഉണക്കി പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് അരിപ്പൊടി ഇതിനകത്തേക്ക് ഇടുന്നുണ്ട് കേട്ടോ, ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടി. പിന്നെ അരിപ്പൊടി നല്ല ബെറ്റർ സംഭവമാണ് ഫേസിൽ തേക്കാൻ വേണ്ടി. പാടൊക്കെ പോണ വഴി അറിയത്തില്ല ഗൈസ്, പാടൊക്കെ ഏത് വഴി പോകുന്ന ചോദിച്ചാൽ നമുക്ക് പറയാൻ കൂടി പറ്റും. അപ്പോൾ ഇതുപോലെ ഈ അരിപ്പൊടിയും കൂടി ഇടുവാണെങ്കിൽ കുറച്ച് നല്ല തിക്നെസ് ആയിട്ട് കിട്ടും. പിന്നെ അരിപ്പൊടി ഫേസിലെ പാട് മാറാനും റിമൂവ് ചെയ്യാനും ഒക്കെ നല്ല സ്ക്രബ്ബറാണ്. മെയിൻ നമ്മുടെ ഫേസിൽ സ്ക്രബ് ചെയ്യാൻ പറ്റിയൊരു സൂപ്പർ സാധനമാണ്. അപ്പോൾ അതിനകത്തേക്ക് ഇടാം, മിക്സ് ചെയ്യാം, ഈ വെള്ളം ഒഴിക്കാം. പിന്നെ ഇച്ചിരി തേൻ ഉണ്ടെങ്കിൽ ഓപ്ഷണലാണ്, തേൻ ഉണ്ടെങ്കിൽ ഇടുക, അല്ലെങ്കിൽ വേണമെങ്കിൽ ഇച്ചിരി പഞ്ചസാര ഇട്ടാലും മതി. ഓക്കെ, അരിപ്പൊടി ഞാൻ കുറച്ചിടുവാണ്. ഇട്ടിട്ടുണ്ട്, കുറച്ച് ഉള്ളിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇടാം കേട്ടോ. ഞാൻ വെള്ളം ശംഖുപുഷ്പത്തിൻ്റെ വെള്ളം ഒഴിക്കുവാണ്. ഞാൻ തേൻ എടുത്തിട്ടുണ്ട് കേട്ടോ, കുറച്ച് തേനും കൂടെ അതിനകത്തേക്ക് ഒഴിക്കുവാണ്. വരുന്നില്ലല്ലോ. ഗൈസ്, ഞാൻ വന്നിട്ട് അതിനകത്തേക്ക് വേറൊരു സ്പെഷ്യൽ സാധനം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചിലപ്പോൾ നിങ്ങളോർക്ക് ഇതൊക്കെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നേ ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എനിക്കിതുവരെ എൻ്റെ ഫേസ് നോക്കി ഒരു പിമ്പിൾസ് പോലും എനിക്കില്ല, ഫേസ് നന്നായിട്ടായിരിക്കുന്നത്. അപ്പോൾ അതിനകത്തേക്ക് ഞാനൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് തന്നെ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. വേറെ ഒന്നുമല്ല, ഗോതമ്പ് പൊടിയാണ്. ഗോതമ്പ് പൊടി, അരിപ്പൊടി, തൈര്, കറ്റാർവാഴയുടെ ജെല്ല്, അതുപോലെ തന്നെ നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ വെള്ളം, തേൻ, ഇത് പിന്നെ മാങ്ങയും തേനും ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഈ പറഞ്ഞ സാധനങ്ങൾ മതി. മസ്റ്റായിട്ട് നമ്മുടെ ഗോതമ്പ് പൊടിയും അരിപ്പൊടിയും വേണം. അരിപ്പൊടി നല്ലൊരു സ്ക്രബ്ബറാട്ടോ. ഈ മറ്റേ നമ്മുടെ ഗോതമ്പ് പൊടി ഫേസിൽ അടിപൊളി റിസൾട്ട് കിട്ടും. ഇതൊക്കെ ഒന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ആക്ച്വലി നല്ല റിസൾട്ടാണ്. അതേ നല്ല ക്രീമി ആയിട്ടാണ് ഇരിക്കുന്നത്, നല്ല ക്രീം പരുവത്തിനകത്ത് ഇരിക്കുന്നത്, കുടിക്കാൻ തോന്നും അതുപോലെ ഇരിക്കുന്നത്. ഇതിൽ ഇപ്പോൾ ഇരുട്ടായതുകൊണ്ടാണ് കേട്ടോ, ഇരുട്ടായതുകൊണ്ട് കുറച്ച് ക്ലാരിറ്റിയുടെ പ്രശ്നമുണ്ട്.
അപ്പോൾ ഇത് നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ അതൊന്നും വേണ്ടത്, നിങ്ങൾ വീട്ടിൽ എന്തുള്ളതെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് തന്നെ ഫേസിൽ അപ്ലൈ ചെയ്യുക. നമ്മൾ പുറത്ത് പോയി ഒരു 100 ക്രീം വാരി പൊത്തണേലും ഭേദം ഈ സംഭവങ്ങൾ തേച്ചാൽ 1 ഡേ കൊണ്ടൊന്നും നമുക്ക് റെഡി ആവത്തില്ല. ഒരാഴ്ചയൊക്കെ നമ്മൾ തേച്ച് നോക്കിയാൽ ഫേസിൽ പറ്റുള്ളൂ. ഈ പാടുള്ളവർ മസ്റ്റായിട്ട് ഇന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഞാനതിൽ പറയാൻ കാരണം എൻ്റെ ഫേസ് മൊത്തത്തിൽ കംപ്ലീറ്റ് ഈ പാടും കുരുവും ഇല്ലാത്തതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ നെക്സ്റ്റ് ഡേ വരാം. സമയം കിട്ടുന്ന പോലെ നെക്സ്റ്റ് വീഡിയോസൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ ഇത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വാച്ച് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് ഞാൻ ഇടുന്നത് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ ബൈ, സീ യു, ടാറ്റ. നമ്മുടെ സംഭവം കൂടി കാണിച്ചില്ല കേട്ടോ, ഇതാട്ടോ നമ്മുടെ സംഭവം. അപ്പം ബൈ, ടാറ്റ, സീ യു.